قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا ألم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ആരാധനയാണ് നമസ്കാരം. വളരെ ഗൗരവമുള്ള ഇസ്ലാമിലെ ഒരു ആരാധനയാണ്. അതിനെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് അഫ്ളലുൽ ഇബാദാത്തി ബദരിയത്തി കുല്ലിഹ, അഥവാ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ അഫ്ളലായിട്ടുള്ള ഒന്നാണ് നമസ്കാരം. ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരോടും അവരുടെ അനുയായികളോടും നമസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചിരുന്നതായി ഖുർആൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൻ്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 41-ാം വചനത്തിൽ നമുക്ക് കാണാം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയത്തി, അല്ലാഹുവേ എന്നെ മുഖീമസ്സലാത്ത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കി മാറ്റണമേ, എൻ്റെ സന്തതികളിലും അത് നീ നിലനിർത്തണമേ തമ്പുരാനെ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പാത പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട ഒരു സമുദായം എന്നുള്ള നിലക്ക് നമ്മിൽ എത്ര പേർ ജീവിതത്തിൽ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരക്കാരാക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? ഒന്ന് ഈ സന്ദർഭത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ്. നമസ്കാരത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. മറ്റ് ആരാധനകൾക്കില്ലാത്ത പല പ്രത്യേകതകളും നമസ്കാരത്തിനുണ്ട്. ഒന്നാമത്, നമസ്കാരത്തിന് ഇളവുകളേ ഉള്ളൂ. നമസ്കാരത്തിന് ഒഴിവ് കഴിവുകളില്ല. നമസ്കാരത്തിന് ഇളവുണ്ട്. യാത്രയിൽ ഇളവുണ്ട്, വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ ഇളവുണ്ട്, രോഗത്തിൻ്റെ സന്ദർഭത്തിൽ ഇളവുകളുണ്ട്. ഇളവുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കേണ്ടെന്നല്ല. ആ എത്തിപ്പെട്ട സാഹചര്യത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്താൽ മതി. യാത്രയിലാണെങ്കിൽ 2 റക്അത്ത്, ദൂരയാത്രകളിലൊക്കെ ആണെങ്കിൽ 4 റക്അത്ത് 2 റക്അത്താക്കാം. ഒപ്പം ളുഹറും അസറും കൂടി നമസ്കരിക്കാം, അല്ലെങ്കിൽ അസറും ളുഹറും കൂടി നമസ്കരിക്കാം. മഗ്രിബും ഇശായും കൂടി നമസ്കരിക്കാം. ഇശായോടൊപ്പം മഗ്രിബും കൂടി നിസ്കരിച്ച് അങ്ങനെ ജമ്മാക്കാം. അങ്ങനെയുള്ള ഇളവുകളുണ്ട്. പക്ഷെ നമസ്കാരം ഒരു ഘട്ടത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് ചില സന്ദർഭങ്ങളിൽ നമസ്കാരം നിർവഹിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ നമസ്കാരം ഖളാ വീട്ടാൻ അല്ലാഹു അവരോട് ആവശ്യപ്പെടുന്നില്ല. കാരണം നമസ്കാരം സമയബന്ധിതമാണ്. അത് നിർവഹിച്ചില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി.
അതാണ് ഇതിൻ്റെ രീതി. കർമ്മശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയാണ് പിന്നെ നമ്മൾ നമസ്കാരത്തിന് ഖള ഉണ്ടാക്കി വെച്ചത്. ഖുർആനിൽ എവിടെയും രണ്ടാമത് നഷ്ടപ്പെട്ടു പോയത് നമസ്കരിക്കുന്നതിനെക്കുറിച്ച് മിണ്ടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ഒരു സുപ്രധാനമായ തെളിവ്, ന്യായമായ കാരണങ്ങളാൽ സ്ത്രീകൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടിട്ട് പോലും ആ നമസ്കാരം നിർവഹിച്ച് വീട്ടണമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നില്ല. അതേസമയം നോമ്പ് നഷ്ടപ്പെട്ട അവരോട് നോമ്പ് പിടിച്ചു വീട്ടണമെന്ന് അല്ലാഹു ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ആരാധനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഒരു ആരാധനയാണ് നമസ്കാരം. ആവർത്തനങ്ങൾ കൂടുതലുള്ള ഒരു ആരാധനയാണ്. അഥവാ 5 വക്തുകളിലൂടെ 17 റക്അത്താണ് ഒരു ദിവസം വിശ്വാസി നമസ്കരിക്കേണ്ടത്. എന്നു മാത്രമല്ല 24 അവേഴ്സും ലോകത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. 24 മണിക്കൂറും ലോകത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇന്തോനേഷ്യയിൽ നിന്ന് സുബഹി നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് സുബഹി നമസ്കാരം ആരംഭിച്ചാൽ തൊട്ടിപ്പുറത്ത് മലേഷ്യയിലൂടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലൂടെയും ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയും ഇറാനിലൂടെയും ഇറാഖിലൂടെയും സൗദി അറേബ്യയിലൂടെയും ഈജിപ്തിലൂടെയും ഇങ്ങനെ നമസ്കാരം തുടരുകയാണ്. പിന്നീട് 24 മണിക്കൂറുകൾക്ക് ശേഷം ആദ്യം സുബഹി ബാങ്ക് കൊടുത്ത ഇന്തോനേഷ്യയിൽ വീണ്ടും സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങ് ആഫ്രിക്കയിൽ ഇശാ നമസ്കാരത്തിനായി ബാങ്ക് കൊടുക്കുകയായിരിക്കും. അഥവാ ഭൂമിയിൽ എപ്പോഴും നമസ്കാരം നിലനിൽക്കുന്നുണ്ട്. ലോകത്ത് ഇങ്ങനെ ഒരു ആരാധന കർമ്മമുള്ള ജനസമൂഹം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ്. വേറൊരു ജനസമൂഹത്തിനും ഇങ്ങനെ ഒരു കർമ്മമില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ നിർവഹിക്കാൻ ആവശ്യപ്പെട്ട ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വലാത്ത് എന്ന പദം 77 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നോമ്പിനെ കുറിച്ച് വെറും 4 ആയത്തുകളിലേ അല്ലാഹ് പരാമർശിക്കുന്നുള്ളൂ. നമസ്കാരത്തെക്കുറിച്ച് 77 സ്ഥലങ്ങളിൽ സ്വലാത്ത് എന്ന് മാത്രം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ സുജൂദ്, റുക്കൂഅ്, ഖിയാമ്, തസ്ബീഹ്, ദിക്ർ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം നമസ്കാരത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദാവലികളാണ്. അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ശരിതെറ്റിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഫത്ഹുൽ മുഈൻ, ഉംദ പോലുള്ള നമ്മുടെ ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന, കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഫത്ഹുൽ മുഈനിലുള്ള പരാമർശം ഇതാണ്: നമസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടി, അയാൾ നിർബന്ധമാണെന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിം നമസ്കാരം നിർബന്ധം ഇല്ല എന്നല്ല, നമസ്കാരം നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അലസത മൂലം അതിൻ്റെ നിശ്ചിത സമയവും ജംഇൻ്റെ സമയവും കഴിയുന്നത് വരെ നമസ്കരിക്കാതിരുന്നവൻ കാഫിറാവുകയില്ല, എങ്കിലും അവനെ കഴുത്തുവെട്ടി കൊല്ലണം എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുള്ള ശിക്ഷ. നമസ്കാരം നിർബന്ധമില്ല എന്ന് പറയുന്നവനല്ല, നമസ്കാരമൊക്കെ നിർബന്ധം തന്നെയാണ്. പക്ഷെ കക്ഷിക്ക് അലസത മൂലം അയാൾ ഒക്കത്തിലും നമസ്കരിക്കുന്നില്ല, അതിൻ്റെ ജമ്മിൻ്റെ സമയം കഴിയുന്നത് വരെയും നമസ്കരിക്കാതെ ഇങ്ങനെ അലസമായി നടക്കുന്നുവെങ്കിൽ അവൻ്റെ കഴുത്ത് വെട്ടി കൊല്ലുകയും അവനെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് നമസ്കരിച്ച് മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യുകയും ചെയ്യണം എന്നാണ് നമ്മുടെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇത് കൊല്ലണം എന്നതൊക്കെ ഉള്ളത് എവിടെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഖുർആനിലില്ല, ആധികാരികമായ ഹദീസ് ഷരീഫിലും അതില്ല എന്നാണ് ഈ ഉള്ളവർ വിശ്വസിക്കുന്നത്. പിന്നെ എന്താണ് തെളിവ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കും അത് പറയാൻ കഴിയില്ല. നമസ്കാരം അങ്ങനെയാണെങ്കിലും പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കണം. താൻ മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, താൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം താൻ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാളെ മുസ്ലിമാക്കുന്ന ഒന്നാമത്തെ ക്വാളിഫയിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമസ്കാരമാണ്. നമസ്കാരം ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ ഇണയാണെങ്കിലും ആരാണെങ്കിലും ശരി, മുസ്ലിമാണെന്ന് അവകാശപ്പെടാനുള്ള അർഹത പിന്നെ അയാൾക്കുണ്ടാവില്ല എന്ന് ഖുർആനും ഹദീസും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ നമസ്കാരത്തിന്റെ അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്:
അദ്ദേഹം പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബൈന റജുലിയോ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സലാത്ത്. അഥവാ ഒരു മനുഷ്യൻ്റെയും ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള ഒരു മതിൽ എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആ നമസ്കാരം അങ്ങോട്ട് പോയാൽ പിന്നെ ഇത് തമ്മിൽ ഇതൊക്കെ ഒന്നാണ്. രണ്ട് പറമ്പുകളുടെ വേലി അങ്ങോട്ട് പോയാൽ പിന്നെ പറമ്പ് ഒന്നാണെന്ന് പറയുന്നത് പോലെ നമസ്കാരം ഒരു വിശ്വാസിയിൽ ഇല്ല എങ്കിൽ പിന്നെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു വേർതിരിവ്, കാഫറും മുസ്ലിമും തമ്മിലുള്ള ഒരു വേർതിരിവ് തന്നെ ഇല്ലാതായി പോകും എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നമസ്കാരം അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമസ്കാരം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ അത് ഒഴിവാക്കാതിരിക്കാൻ നോക്കണം. എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ നമസ്കാരത്തെ കാണുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആനിലുണ്ട്. അത് മറ്റൊന്നുമല്ല, 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസ്സിറിൽ ഞാൻ ഇപ്പോൾ ഓതി വെച്ച ആയത്ത് അതാണ്. ആ ആയത്തിൽ ഒരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് നടക്കുന്ന, സ്വർഗനരകങ്ങളിൽ നടക്കുന്ന ഒരു സംഭവത്തെ അള്ളാഹു ആവിഷ്കരിക്കുകയാണ്. നമസ്കാരത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് നാളെ ആളുകൾ ചെല്ലുകയാണ്. അങ്ങനെ ആളുകൾ ചെന്ന് ഒരു കുറേ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ അവകാശികളായി നിശ്ചയിക്കുന്നു. മറ്റൊരു കുറേ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ അവകാശികളായി നിശ്ചയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വർഗത്തിൻ്റെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നരകത്തിലേക്ക് നോക്കുമ്പോൾ നരകത്തിൽ കിടന്ന് എരിയുന്ന ആളുകളെ സ്വർഗാവകാശികൾ കാണുകയാണ്. നമ്മൾ സങ്കല്പിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു സംഗതിയാണത്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീനത്തുൻ ഇല്ലാ സഹാബൽ യമീൻ ഫി ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നരകത്തിലുള്ള ആളുകളോട്, അനിൽ മുജ്രിമീൻ, അക്രമികളായ ആളുകളോട് ഇവർ ചോദിക്കും, മാ സലക്കക്കും ഫി സഖറ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഗുരുതരമായ ഒരു ശിക്ഷയിൽ വന്ന് പെട്ടുപോയത്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ക്രൂരമായി നരകശിക്ഷയ്ക്ക് വിധേയരായി പോയത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി അള്ളാഹു പറയുന്നുണ്ട്, ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. വളരെ അർത്ഥവത്തായ മറുപടിയാണ് അവർ നൽകുന്നത്. ഞങ്ങൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ അഗതിക്ക് അന്നം കൊടുക്കുന്നവരുമായിരുന്നില്ല. പിന്നെയും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങൾ പരലോകത്തെ വിചാരണാ ദിവസത്തെ നിഷേധിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്നത്, അങ്ങനെ ഒരു ലോകമുണ്ട് എന്നിപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്ന് നരകാഗ്നിയിൽ കിടന്നുകൊണ്ട് അവർ പറയുന്ന ഒരു രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ല അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം അതാണ്. അതിന് പകരം അവരാദ്യം പ്രയോഗിക്കുന്നത് ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നമസ്കാരത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, ഞങ്ങൾ പരലോകത്തിലും വിശ്വസിച്ചില്ല നമ്മൾ പറഞ്ഞാൽ പോരെ. അതവർ അവസാനം പരലോകത്തിൽ ഞങ്ങൾ വിശ്വസിച്ചില്ല, അത് നിഷേധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അവസാനം. അവ തുടക്കത്തിൽ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ നിസ്കരിച്ചില്ല എന്ന് പറയുകയാണ് അവർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് തുല്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് തുല്യമാണ് ഒരാളുടെ നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾക്ക് നമസ്കാരം ഉണ്ടായേ മതിയാകൂ. നമ്മൾ എത്രയൊക്കെ ലാഘവത്തോടുകൂടി കണ്ടാലും അങ്ങനെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒന്നല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നത്. ഒരു കല്യാണം നമ്മുടെ വീട്ടിൽ നടന്ന ഒരാഴ്ച പിന്നെ നമുക്ക് നമസ്കാരം ഉണ്ടാവില്ല. ഒരു ടൂറിന് നമ്മൾ പോയാൽ പിന്നെ നമസ്കാരം ഉണ്ടാവില്ല. അതിൻ്റെ ഇളവുകൾ ഉപയോഗപ്പെടുത്തിയെങ്കിലും നമുക്ക് ചെയ്യാൻ പാടില്ലേ? ഇന്നിപ്പോൾ മോളുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കുറേ ആളുകൾ എല്ലാം കൂടി കൂട്ടി വച്ച് വീട്ടിൽ വന്നതിന് ശേഷം കൂട്ടിയടിക്കുന്ന പരിപാടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ഒരു നമസ്കാരം ഇല്ല. എല്ലാം കൂടി കൂട്ടിവെച്ച് നിസ്കരിക്കുന്ന ഒരു നമസ്കാര രീതി ഒന്നും ഇസ്ലാമിലില്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത എന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ആരാധനയാണ് ഇസ്ലാമിൽ നമസ്കാരം.
തോന്നിയതുപോലെ ചെയ്യേണ്ട ഇതൊന്നുമല്ല. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അതെല്ലാം കൂട്ടി വെച്ച് പിന്നെ അവസാനം വന്ന് നമസ്കരിക്കുന്ന രീതിയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഉള്ളത് ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തുക. ജമ്മാക്കാനുള്ള സന്ദർഭത്തിൽ ജമ്മാക്കുക. ഇളവുകളൊക്കെ അള്ളാഹ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രവാചകനും നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. കസറാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ കസറാക്കുക. വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ നല്ല ഒരു പ്രതലം നോക്കി കൈ അതിൽ പതിച്ചുകൊണ്ട് തയമ്മും ചെയ്തിട്ട് നമ്മൾ നമസ്കരിക്കുക. മണ്ണൊന്നും തേടി നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്ന് പറയുന്ന മസലകൾ അനുസരിച്ച് മണ്ണ് തേടി പോകുന്നതിലും നല്ലത് കിണർ കുത്തി വെള്ളം ഉണ്ടാക്കി ആ വെള്ളം കൊണ്ട് ഒതു കൊടുത്ത് നിസ്കരിക്കലായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നുമല്ല അള്ളാഹ് ഇത് തന്നത്. അള്ളാഹ് ഇത് തന്നത് അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രതലം എന്ന് പറയുന്നത് അന്ന് അറേബ്യയിലെ മണലാരണ്യത്തിലെ മണ്ണാണ്. അതിൽ കൈവതിച്ച് അതൊരു സിംബോളിക്കാണ്. നമ്മൾ അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള പ്രകടനമാണ് ശരിക്കും തയമ്മും. അല്ലാതെ തയമ്മും കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശരീരത്തിലൊരു ക്ലീൻനെസ് ഉണ്ടായിട്ടല്ല. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ മണ്ണ് തേടിപ്പോയി, മണ്ണില്ല, അപ്പോൾ പിന്നെ മണ്ണുമില്ല വെള്ളമില്ല ഒന്നുമില്ല, പിന്നെ എന്താ ചെയ്യാൻ നിസ്കരിക്കേണ്ടെന്ന് നോക്കിയാൽ ഇങ്ങനെയാണോ? അല്ല. നമസ്കാരം വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. നമ്മളെപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി നിസ്കരിക്കാത്ത ആളായിരുന്നോ? അല്ലല്ലോ. ഇബ്രാഹിം നബി നിസ്കരിക്കുന്ന ആളായിട്ട് പോലും അള്ളാഹ് കൽപ്പിക്കുന്നതൊക്കെ അപ്പടി ചെയ്യുന്ന ആളായിട്ട് പോലും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചെന്നത്, പടച്ചവനെ എന്നെ നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ, എൻ്റെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് ഇത്രയേറെ പ്രാധാന്യം കൈവന്നത്? നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? നമസ്കാരത്തിന് ഇത്രയേറെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാധാന്യം കൈവന്നത് എന്തുകൊണ്ടാണ് നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ ഇത്രമാത്രം ഗൗരവമാകുന്നത്? ഇത്രയും ഗൗരവമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണത്. എന്തുകൊണ്ടാണ് നമസ്കാരം ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ആരാധനയായി ഇസ്ലാമിൽ മാറിയത്? എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുമ്പോൾ അതീവ ഗൗരവമായി പോകുന്നത്? മറ്റൊന്നുമല്ല, സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന ഒന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചരിക്കരുത് എന്ന് ഒരു വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്ന ഒരാരാധനയാണ് നമസ്കാരം. ഡെയിലി ലൈഫിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് മാറരുത് എന്ന് അവനെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കാത്ത ഒരാളുടെ ദിശ തെറ്റും. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. നമസ്കരിക്കാത്ത ഒരാളെ നമ്മൾ നോക്ക്, അയാൾക്ക് മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയില്ല. നമസ്കാരം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് വഴിമാറരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതാണ് നമസ്കാരത്തിൻ്റെ ദൗത്യമെങ്കിൽ ആ ദൗത്യം ഇന്ന് യഥാർത്ഥത്തിൽ നമസ്കാരം നമ്മളിൽ നിർവഹിക്കുന്നുണ്ടോ? നമ്മളെ അള്ളാഹുവിൻ്റെ വിധികൾ പാലിക്കാൻ പ്രേരിപ്പിക്കുകയും വിധികളിൽ നിന്ന് മാറാതിരിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഷ്ഠാന കർമ്മമായി ഇന്ന് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? നമസ്കാരം എന്തിന് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ കാരണം. നമസ്കാരം എന്തിനാണ്, അത് നിർവഹിക്കുന്നവനിൽ ഉണ്ടാകേണ്ട ഗുണഗണങ്ങൾ എന്താണ് എന്ന് നമ്മൾ അങ്ങേറ്റം ഖേദത്തോടുകൂടി ഞാൻ പറയുകയാണ്, നമ്മൾ എവിടെയും പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനുള്ള സാധാരണ ഇപ്പം എൻ്റെ മുൻപിലിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനുള്ള മാർഗങ്ങൾ എന്താണുള്ളത്? 2 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ മാർഗം മദ്രസയാണ്. നമ്മളൊക്കെ മദ്രസയിൽ പോയിട്ടുള്ള ആളുകളാണ്. മദ്രസയിൽ നമസ്കാരം എന്തിനാണ് എന്ന് പഠിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചതായിരിക്കും. എൻ്റെ തലമുറയിൽപ്പെട്ട ഞാൻ പഠിച്ചിട്ടില്ല. നമസ്കാരം മദ്രസയിൽ നിന്ന് എന്തിനാണെന്ന് പഠിച്ചിട്ടില്ല. ഇന്നും അത് പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ഏതാനും കുറച്ച് മുമ്പുള്ള തലമുറയിൽപ്പെട്ട ആളുകളൊന്നും അത് പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം മദ്രസയിൽ നമസ്കാരം എന്തിന് എന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു ആക്സസ് തടഞ്ഞു നമുക്ക്. രണ്ടാമത്തെ ആക്സസ് എന്താണ്? രണ്ടാമത്തെ ആക്സസ് ദർസാണ്. ദർസുകളും അറബി കോളേജുകളുമാണ്.
അറബി കോളേജുകളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖ് ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അതുപോലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥം, അതുപോലെ തന്നെ ഉംദ, അതുപോലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് പിന്നെ ഉള്ളത്. ആ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ മറിച്ചു നോക്കിയാൽ ആ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നമസ്കാരം എന്തിന് എന്ന് പഠിപ്പിക്കുന്നില്ല. നമസ്കാരം എന്തിനെന്ന് പഠിപ്പിക്കുന്നില്ല. ഇന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മലയാളത്തിൽ ലഭ്യമാണ്. സാധാരണക്കാർക്ക് ഫത്ഹുൽ മുഈന്റെ മലയാള ട്രാൻസ്ലേഷൻ എനിക്ക് തോന്നുന്നത് 5-6 പേര് ട്രാൻസ്ലേറ്റ് ചെയ്തിറക്കിയിട്ടുണ്ട്. ഉംദ നമുക്ക് ട്രാൻസ്ലേഷൻ കിട്ടും, മലയാളം ട്രാൻസ്ലേഷൻ കിട്ടും. ആ ട്രാൻസ്ലേഷൻ എടുത്ത് നിങ്ങൾ നോക്കിയാൽ അതിലെവിടെയും നമസ്കാരം എന്തിന് എന്ന് നമ്മെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണത്. ഞാൻ അറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. പിന്നെ എന്താണ് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത്? നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നത് മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമസ്കാരം എന്തിന് എന്ന് പഠിപ്പിക്കുന്നില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ ഖുതുബക്ക് വേണ്ടിയിട്ട് ഞാൻ ഫത്ഹുൽ മുഈന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് റെഫർ ചെയ്തു. അതിൻ്റെ ഫത്ഹുൽ മുഈന്റെ 1-ാമത്തെ അധ്യായം നമസ്കാരം എന്ന അധ്യായമാണ്. ആ നമസ്കാരത്തിൻ്റെ അധ്യായത്തിൽ വുളുവിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തെ വിശദീകരിക്കാൻ വേണ്ടി 100 പേജാണ്, വലിയ 100 പേജുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 100 പേജ് നമസ്കാരം വിശദീകരിക്കാൻ, 100 പേജ്. ആ 100 പേജിൽ ഒരിടത്ത് പോലും നിങ്ങൾ എന്തിന് നമസ്കരിക്കണം, നമസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക, ഒരു വരി പോലുമില്ല. ഒരു വരി പോലുമില്ല. ഇത് ഫത്ഹുൽ മുഈന്റെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പൊതുവായ പ്രശ്നമാണ്. ഉംദ നിങ്ങൾ മറിച്ചു നോക്കൂ, അതിനകത്തില്ല നിങ്ങൾ എന്തിന് നമസ്കരിക്കണം, നമസ്കരിച്ചാൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണം എന്താണ്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഫത്ഹുൽ മുഈനിൽ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഭയഭക്തി ഉണ്ടല്ലോ, ഈ ഭയഭക്തിയെ കുറിച്ച് ഫത്ഹുൽ മുഈൻ പറഞ്ഞിട്ടുള്ളത് സുന്നത്താണെന്നാണ്. നമസ്കാരത്തിൽ ഭയഭക്തി സുന്നത്താണ്. തെളിവുദ്ധരിച്ചിട്ടുണ്ട് അതിനകത്ത് ഖുർആനിൽ നിന്ന്. 24-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂഉള്ള നമസ്കാരക്കാർക്കാണ് വിജയം എന്ന് അല്ലാഹ് പറഞ്ഞതെടുത്ത് ഉദ്ധരിച്ചിട്ടാ പറയുന്നത് എന്ത്, നമസ്കാരത്തിലെ ഭയഭക്തി സുന്നത്താണ് എന്ന്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ആയത്തുകളുണ്ടല്ലോ, ഫാത്തിഹ അടക്കമുള്ള ആയത്തുകൾ, ആ ആയത്തുകളുടെ അർത്ഥം അറിയലും അല്ലെങ്കിൽ അത് ഗ്രഹിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കലും സുന്നത്താണ്. എന്താണ് സുന്നത്തിന് തെളിവ്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിൽ പറഞ്ഞതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം സുന്നത്തിനെ സൂചിപ്പിക്കുന്നതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്, അവരും ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യം സുന്നത്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖുർആനിൽ? അപ്പൊ അത് സുന്നത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഏതെങ്കിലും ഗ്രന്ഥകർത്താവിനെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഒരു ചെറിയ ആളായിട്ട് അവതരിപ്പിക്കാനൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തെ വിശകലനം ചെയ്യാനുമല്ല ഉദ്ദേശിക്കുന്നത്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ഇകഴ്ത്താനുമല്ല. പക്ഷേ നമ്മളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സമീപനം ഈ വിഷയത്തിൽ ഇതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്ലാമിലെ നമസ്കാരം അടക്കമുള്ള അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് മനുഷ്യന് പഠിക്കാൻ പറ്റുന്ന, സാധാരണ മുസ്ലിമിന് പഠിക്കാൻ പറ്റുന്ന 2 ആക്സസ് എന്താണ്? ഒന്ന് മദ്രസ, അതിലില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് രണ്ടാമത്തേത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിലുമില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നമസ്കാരം എന്തിന് എന്ന് പറയുന്നില്ല. വിശദമായി അത്ഭുതപ്പെടുത്തുന്ന മസലകളും അതുപോലെ തന്നെ ചിരിച്ചു പോകുന്ന മസലകളൊക്കെ ഈ ഗ്രന്ഥത്തിലുണ്ട്. നമ്മൾ വായിച്ചാൽ അമ്മാതിരി മസലകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരം എന്തിനാന്ന് പറയണില്ല, നോമ്പ് എന്തിനാന്ന് പറയണില്ല. ഇതെന്തിന് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം എന്ന് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ വിശ്വാസിക്ക് ഇത് എന്തിനാണെന്ന് അറിയേണ്ടതില്ലേ? നമസ്കാരം എന്തിനാണെന്ന് വിശ്വാസിക്ക് അറിയേണ്ടതില്ലേ? അതോ ഒരു പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാത്ത ഒരു ആരാധനയാണോ നമസ്കാരം? ഒരിക്കലുമല്ല. വളരെ കൃത്യമായ ഉദ്ദേശമുള്ള ഒരു ആരാധനയാണ്. കൃത്യമായ ഉദ്ദേശമുള്ള ഒരു ആരാധന അലക്ഷ്യമായി നിർവഹിക്കേണ്ടതല്ല. ഈ നമസ്കാരത്തെക്കുറിച്ച് പിന്നെ എന്തിന് എന്നുള്ളത് എവിടെയാണുള്ളത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എന്തിന് എന്നുള്ളത് വിശ്വാസിയുടെ പ്രമാണരേഖയായ വിശുദ്ധ ഖുർആനിലാണുള്ളത്. ഞാൻ ഈ പറഞ്ഞിടത്തൊന്നും ഇല്ല എന്ന് ഞാൻ ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒരു സാധാരണക്കാരനെ നമസ്കാരം പഠിപ്പിക്കുന്നിടത്ത് ഇതെന്തിന് നീ നിർവഹിക്കണം,
അത് നീ ഹോമിയോ മരുന്ന് പോലെ ആവർത്തിച്ച് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണ്ടേ? ആ ഗുണം ഇന്നതാണ് എന്ന് ഇവിടെ എവിടെയും പറയുന്നില്ല. അത് പറയുന്നതാകട്ടെ വിശുദ്ധ ഖുർആനിലാണ്. ഇനി വിശുദ്ധ ഖുർആനുള്ള നമ്മുടെ സമീപനം എന്താ? അതും ഓതൽ മാത്രമേ ഉള്ളൂ. ഇതെന്തിനാന്ന് പഠിക്കാൻ ഇത് വായിക്കണ്ടേ? ഇതിന്റെ അർത്ഥം അറിയണ്ടേ? ഇതെന്തിനാണെന്ന് അറിയണമെങ്കിൽ അവിടെ നമ്മൾ വന്ന് തടസ്സം നിന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഓതി പുണ്യം കരസ്ഥമാക്കാനുള്ളതാണ്. എന്നിട്ട് ഖുർആൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നത് ഉലൂമുൽ ഖുർആൻ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഉലൂമുൽ ഖിറാഅത്താണ്. ഇതെങ്ങനെ തജ്വീദി നിയമം അനുസരിച്ച് പാരായണം ചെയ്യാം എന്നാണ് പഠിപ്പിക്കുന്നത് മുഴുവൻ. ആയിരക്കണക്കിന് കിതാബുകളാണ് ഖുർആൻ തെറ്റാതെ ഓതാൻ പഠിപ്പിക്കുന്നത്. അതേസമയം ഈ ഖുർആനിൽ എന്താണ് പറഞ്ഞു വച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനും മറ്റതിനുമൊക്കെ പ്രേരിപ്പിക്കുന്ന എത്ര ഗ്രന്ഥമുണ്ട് നമ്മുടെ സമൂഹത്തിൽ? എത്ര ഗ്രന്ഥം നമ്മൾ കണ്ടിട്ടുണ്ട്? എത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ ദർസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്? എത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്? അതേസമയം എങ്ങനെ ഖുർആൻ ഓതണമെന്ന് പഠിപ്പിക്കാൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ഇത് തെറ്റാതെ നമ്മൾക്കപ്പോൾ ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഖുർആൻ തെറ്റാതെ ഓതാനുള്ള പഠനം മാത്രമാണ് നമുക്ക് ഖുർആൻ പഠനം, അല്ലാതെ അർത്ഥം അറിയില്ലല്ല. ഖുർആനിലെ അർത്ഥം അറിയുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖനായൊരു പണ്ഡിതൻ അങ്ങേറ്റം അപലപനീയമായ ഒരു കാര്യമാണ് പറയുന്നത് എന്നുകൊണ്ട് ആ പണ്ഡിതന്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരളത്തെ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്, ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്ത് പോലുമില്ല. ഏത് ഒരായത്തിന്റെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പഠിക്കേണ്ടതിന്റെ പ്രത്യേക സുന്നത്ത് പോലുമില്ല അർത്ഥം പഠിക്കൽ എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ഓതാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് തെറ്റാതെ എവിടെ നിങ്ങൾ നോക്കൂ, ഇത് തെറ്റാതെ ഓതുന്നതിനെ കുറിച്ചാണ്. അപ്പം നമ്മളെ തിരുത്തപ്പെടും. അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. എന്നാൽ ഈ ഓതുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അത് ആർക്കും ആവശ്യമില്ല. അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. ആ നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും അപകടകരമായ വാചകമാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. ഇതൊരു പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞ വാചകം. ആരെയും ഇകഴ്ത്തിൽ നമ്മുടെ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ഫാത്തിഹ 17 പ്രാവശ്യം നമ്മൾ ഓതുന്നതാണ്. അതിൻ്റെ അർത്ഥം അറിയൽ പ്രത്യേക സുന്നത്ത് പോലും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എന്തായി? മദ്രസ അടഞ്ഞ്, ദർസ് അടഞ്ഞ്, ഖുർആനും അടഞ്ഞ്. പിന്നെ മനുഷ്യൻ ഇത് എവിടെ നിന്ന് പഠിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആനിലേ ഉള്ളൂ എന്തിനാണ് നമസ്കാരമെന്ന്. വേറെ ഒരു കിതാബിലുമില്ല. പിന്നെ വേറെ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ, സംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതുണ്ട്, അത് വാങ്ങി വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. പക്ഷെ എല്ലാറ്റിലും ഉപരി നമ്മുടെ പ്രമാണരേഖയിൽ അത് സംബന്ധമായിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. അത് നോക്കിയിട്ട് ബാക്കി ഏത് ബുക്കും വായിക്കാൻ പാടുള്ളൂ, ഏത് കിതാബും വായിക്കാൻ പാടുള്ളൂ. ഏത് കിതാബും അത് കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹജ്ജിന്റെ ക്ലാസ്സുകൾ ധാരാളമായി നടക്കും. ഹജ്ജ് ചെയ്തിട്ടുള്ളവർ ഇവിടെ ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അത്തരം ഹജ്ജ് ക്ലാസ്സുകളിൽ പോകുമ്പോൾ അവരാരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ പോവുകയല്ലേ, 7 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ പോവുകയല്ലേ, ആ കർമ്മത്തെക്കുറിച്ച് രാജാതിരാജനായ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രമാണ രേഖയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടാണോ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ അത് വായിക്കണം, അത് വായിച്ചിട്ടേ ഞങ്ങളുടെ ക്ലാസ്സുകൾക്ക് സ്ഥാനമുള്ളൂ. പറയാൻ വിളിച്ചവൻ അള്ളാഹുവാണ്. ആ വിളിച്ച ആരാധനയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിക്കണം. ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഇനി വീട്ടിൽ പോയിട്ടെങ്കിലും വായിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവിടെയൊക്കെ ഊന്നുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഹജ്ജ് ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ പാപവും പുറക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നബിയോചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വന്നിരിക്കുന്നവർക്ക് അതാണ് അത്യാവശ്യമെന്ന് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. അത് നമ്മളെ ആവശ്യം അതല്ല. നമ്മുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആരാധന എന്തിനാണ് നിർവഹിക്കുന്നത്? ആരാധനകൾ നിർവഹിക്കേണ്ടതാണ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് പഠിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ നമസ്കാരം എന്തിന് എന്ന് പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ 77 തവണ സുജൂദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, സലാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് നമസ്കാരത്തെ സൂചിപ്പിക്കാൻ. അതിനു പുറമെ
10-14 ഇടങ്ങളിൽ സുജൂദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റുക്കൂ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കിയാൽ നമസ്കാരത്തിൻ്റെ ഒരു കർമ്മശാസ്ത്രം പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമേ അല്ല. ഖുർആനിൽ നമസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രം ഇല്ല. സുജൂദ് റുക്കൂ എന്ന് പറയുന്ന 2 കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ അത് കർമ്മശാസ്ത്രം സൂചിപ്പിക്കാൻ പോലുമല്ല, മറിച്ച് നമസ്കാരത്തെ സൂചിപ്പിക്കാനാണ്. യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഹേ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ർകഉ, നിങ്ങൾ റുകൂ ചെയ്യൂ, വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യൂ. നമസ്കാരത്തിന്റെ കർമ്മശാസ്ത്രം വിശദീകരിച്ചതല്ലാതെ നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഖുർആനിന്റെ ഒരു ശൈലിയാണത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം നമസ്കാരത്തിൽ റുക്കൂവും സുജൂദും ഉണ്ട്, പക്ഷെ അത് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നതല്ല. നമസ്കാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദിക്ർ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ജുമയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത എന്താ പറഞ്ഞതല്ല? യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, നിങ്ങളെ ദിക്റിലേക്ക് സലാത്തിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ദിക്റിലേക്ക് ഓടി വരണം. ഇവിടെ ദിക്ർ എന്ന് പറഞ്ഞത് ഈ ജുമാ നമസ്കാരത്തെക്കുറിച്ചാണ്. ഖുതുബ അടക്കമുള്ള ജുമാ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിനപ്പുറം കർമ്മശാസ്ത്രം ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആൻ പിന്നെ പറഞ്ഞത് എന്താണ്? ഈ ആരാധന കൊണ്ട് നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണഗണങ്ങൾ എന്താണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് പഠിക്കാൻ, അത് പഠിച്ച് ചെയ്യുന്ന ഒരാൾക്കാണ് നമസ്കാരത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴും നമസ്കാരത്തിൻ്റെ റിവാർഡിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രതിഫലത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെയും കേൾക്കാറില്ല നമസ്കാരത്തിൻ്റെ റിഫ്ലക്ഷനെ കുറിച്ച്. നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് എന്ത് റിഫ്ലക്ഷനാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ കാണില്ല. വളരെ ചുരുക്കം മാത്രമേ കാണുകയുള്ളൂ, കേൾക്കുള്ളൂ. അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ്? നമസ്കാരം എന്തിനാണെന്നാണ്. അത് മദ്രസയിലില്ല, അത് ദർസിലെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഒന്നിലുമില്ല. ഫിഖ് ഗ്രന്ഥങ്ങളുടെ പൊതു സമീപനം അതാണ്, ഇല്ല. പിന്നെ ഖുർആനിലാണുള്ളത്. അതാകട്ടെ ഓതെന്താണെന്നോ ഓതിയ മതിയെന്നും പറഞ്ഞ് നമ്മൾ അവിടെയും പ്രതിരോധിച്ചു വെച്ചു. അതുകൊണ്ട് നമ്മൾ ആ വേലിക്കെട്ട് പൊളിച്ച് ഖുർആൻ വായിക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കണം. ഇസ്ലാമിനോട് നമ്മൾ കാണിച്ച ഏറ്റവും വലിയ ഗുരുതരമായ അപരാധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്ലാമിനോട് നമ്മുടെ സമൂഹം കാണിച്ച ഏറ്റവും വലിയ ഗുരുതരമായ അപരാധം, ഇസ്ലാമിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റി? ഇസ്ലാം കാര്യത്തിലേക്ക് നമ്മൾ ചുരുക്കി. ഇസ്ലാം എന്ന് പറയുന്ന വലിയ ഒരു ജീവിത പദ്ധതിയെ ഇസ്ലാം കാര്യത്തിലേക്ക് ചുരുക്കി. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഷ്ഠാന കർമ്മങ്ങളാണ് അതിനകത്ത് മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ അനുഷ്ഠാന കർമ്മത്തിലേക്ക് ചുരുക്കി. എന്നിട്ട് അനുഷ്ഠാന കർമ്മത്തെ കർമ്മശാസ്ത്രത്തിലേക്ക് ചുരുക്കി, ഫിഖിലേക്ക് ചുരുക്കി. എന്നിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ പഠനം എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പഠനമാണ്. ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിഖ് പഠിക്കലാണ്. ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമസ്കാരം എങ്ങനെ നിർവഹിക്കാം എന്ന് പഠിക്കലാണ്. എന്തിന് നിർവഹിക്കാം എന്ന് പഠിക്കൽ പോലുമല്ല. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉള്ളത് എന്താണ് എന്ന് പഠിക്കലല്ല നമുക്കിന്ന്. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉലൂമുൽ ഖിറാഅത്ത്, ഉലൂമു തജ്വീദാണ്. ഖിറാഅത്തിന്റെ തജ്വീദ് പഠിക്കലാണ് നമുക്ക് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതല്ല ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. തജ്വീദ് നിയമം അനുസരിച്ച് ഖുർആൻ ഓതണം എന്നുള്ളത് സത്യം തന്നെയാണ്. കർമ്മശാസ്ത്രം വേണം എന്നുള്ളതും സത്യം തന്നെയാണ്. കാരണം ഖുർആനിൽ കർമ്മശാസ്ത്രം ഇല്ല. കർമ്മശാസ്ത്രം ഉണ്ടെങ്കിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിർവഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ കർമ്മശാസ്ത്രം വേണ്ടതില്ല, എന്തിന് എങ്ങനെ എന്ന് പറയേണ്ടതില്ല, എന്തിന് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയെന്നുകൂടി നമുക്കറിയണം. പക്ഷെ എങ്ങനെയെന്ന് അറിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകണമെങ്കിൽ എന്തിനൊന്നുകൂടി അറിയണം. അത് നമ്മൾ പഠിപ്പിക്കാതിരുന്ന പഠിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ വേലി കെട്ടി തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇത് പഠിക്കുക? അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളിത് പഠിക്കണം. ഏത് പുസ്തകം വായിക്കുന്നതിന് മുൻപും ഖുർആൻ വായിച്ച് എന്തിനാണ് നമസ്കാരം, അത് ഖുർആനിൽ വളരെ മനോഹരമായി ഒരു 8-10 ആയത്തുകളിലുള്ള സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.